അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ കണ്ടന്റ്. അതുകൊണ്ട് ചിലപ്പോ സുധി മരിച്ചാലും ഈ ലക്ഷ്മി നക്ഷത്രം മരിച്ചാൽ വരെ ചിലപ്പോൾ അവളുടെ വീഡിയോ വരും, അവളുടെ ചാനലിൽ തന്നെ വരും. അത് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഡ്മിൻ കാണും, മാനേജ് ചെയ്യുന്നത്. അവൻ ഈ ഷവടൊക്കെ മൊത്തം എടുത്തിടും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അടിച്ച് അവളടിച്ച സ്പ്രേ അവളടിച്ച് ചെയ്ത് മറ്റേ മറിച്ചൊക്കെ നമ്മളിരുന്ന് കാണേണ്ടിയും വരും. ഇവരതാ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ഒരു തന്ത്രമായിട്ടാണ് അപ്പൊ ഫീൽ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് അല്ല, ഓരോരുത്തരും ഓരോ കണ്ടന്റ്. പക്ഷെ ഇത് ചീപ്പ് കണ്ടന്റ്സാ, അതൊരു ക്വാളിറ്റി ഇല്ല, ആർക്കും പ്രയോജനമില്ല. എന്തിന് ഇങ്ങനത്തെ ഒരു കണ്ടന്റിന്റെ ആവശ്യം? ഇപ്പോ ഇവരിത് കാണിക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും ആൾക്കാർ. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സീരിയലൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഇതും കാണുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ഏകദേശം ഒരേ നിലവാരത്തിലുള്ള, വേറെ എന്റർടൈൻമെന്റും ഇല്ല, കൊള്ളാവുന്ന കാര്യങ്ങൾ അറിയത്തുമില്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലീസുകാരെ പോലെ അവർക്ക് വേറെ ഭാഷയൊന്നും അറിയത്തില്ല. ആകെ അറിയാവുന്ന ഈ മലയാളത്തിലുള്ള അളിഞ്ഞ സിനിമ, മോഹൻലാലിന്റെ സിനിമയെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്നോടൊരു വിരോധം. മനസ്സിലായി? മോഹൻലാലിന്റെ മാത്രം സിനിമ കണ്ട് ജീവിക്കുന്നവർക്ക് എന്നോടൊരു ഇഷ്ടക്കേടുണ്ടാവും. അതാണ് ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ. അതുപോലത്തെ ചേച്ചിമാര് അവര് ലക്ഷ്മി നക്ഷത്രയൊക്കെ ഇഷ്ടമായിരിക്കും. ഇതുപോലത്തെ ചേട്ടന്മാർക്ക് മോഹൻലാലിനെയൊക്കെ ഇഷ്ടമായിരിക്കും. മനസ്സിലായി? എനിക്കത് ഇഷ്ടമല്ല.